അനുസരിച്ച് ലോകാവസാനം എപ്പോഴായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? അതായത് നമ്മുടെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ടല്ലോ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, അങ്ങനെ ഒരുപാട്. ആ മതങ്ങളൊക്കെ തന്നെയും അവരുടെ മതഗ്രന്ഥങ്ങളിൽ ലോകാവസാനം എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ലോകാവസാനത്തെ പറ്റിയുള്ള മതങ്ങളുടെ വ്യത്യസ്തമായ അനുമാനങ്ങൾ. ലോകാവസാനത്തെ പറ്റി ഒരിക്കലെങ്കിലും ആലോചിക്കാത്തവരുണ്ടാകില്ല. ഇസ്രോയും നാസയും ഒക്കെ 500 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊരു അന്ത്യം നമ്മുടെ ഭൂമിക്ക് സംഭവിക്കുമെന്ന് വിധി എഴുതിയിട്ടുമുണ്ട്. എങ്കിലും നമുക്ക് ചുറ്റുമുള്ള മതഗ്രന്ഥങ്ങളും ഇങ്ങനെ ഒരു കാര്യത്തെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴിതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിനുള്ള ഉത്തരം നമുക്ക് ചിത്രങ്ങളുടെ സഹായത്തോടെ നൽകിയിരിക്കുകയാണ്. എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയുടെ അന്ത്യമെന്ന്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഹിന്ദുമതം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ ഹിന്ദുമതത്തിന് ലോകം എങ്ങനെ അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് നിരവധി വ്യത്യസ്ത സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെടുന്നത് പ്രളയവും കൽക്കി അവതാരത്തിന്റെ ആവിർഭാവവുമാണ്. പ്രളയ എന്നറിയപ്പെടുന്ന ലോകാവസാനം സംഭവിക്കുന്നത് വിഷ്ണു തന്റെ കൽക്കി അവതാരത്തിൽ ഒരു വെളുത്ത കുതിരപ്പുറത്ത് തന്റെ ചക്രവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ ദുഷ്ടശക്തികളെയും നശിപ്പിക്കുമ്പോഴാണ്. ബ്രഹ്മാവ് ഉണർന്ന് സൃഷ്ടിയുടെ ഒരു പുതിയ ചക്രം ആരംഭിക്കുമ്പോൾ ഈ നാശത്തിന്റെ കാലഘട്ടം ഒരു പുനർജന്മത്തിന് ശേഷം സംഭവിക്കുന്നു. അടുത്തത് ബുദ്ധമതമാണ്. ഹിന്ദുക്കൾ വിളിക്കുന്ന സംസാരം അല്ലെങ്കിൽ സൻസാർ എന്നാണ് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നത്. ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രം മറ്റ് സംസ്കാരങ്ങൾക്ക് സമാനമാണ്. ലോകാവസാനം ധാർമ്മികതയുടെ ആത്യന്തിക തകർച്ചയും സമൂഹത്തിലെ അധപ്പതനവുമാണെന്നാണ് ചില ബുദ്ധമത പഠിപ്പിക്കലുകൾ പരാമർശിക്കുന്നത്. അരാജകത്വവും പ്രക്ഷുബ്ധതയും മനുഷ്യരാശിക്ക് അസഹനീയമാകും. അപ്പോഴാണ് ജ്ഞാനോദയത്തിന്റെ ഒരു പുതിയ യുഗം ഉടലെടുക്കുന്നത്. ലോകത്തിന് ഒരു പുതിയ ബുദ്ധനെ ലഭിക്കുകയും ചെയ്യും. അടുത്തത് സൊരാഷ്ട്രിയനിസമാണ്. സൊരാഷ്ട്രിയനിസം അനുസരിച്ച് അന്ത്യദിനം അടുത്തിരിക്കുമ്പോൾ നന്മയുടെയും തിന്മയുടെയും ശക്തികൾ തമ്മിലുള്ള ഒരു പ്രപഞ്ച യുദ്ധം സംഭവിക്കും. ഈ വിശ്വാസ സമ്പ്രദായത്തിൽ ലോകാവസാനം ഫ്രഷോഗരതി എന്നറിയപ്പെടുന്നു. നന്മയുടെയും വെളിച്ചത്തിന്റെയും ദൈവം ഇരുട്ടിന്റെ ശക്തിയെ ജയിക്കും. ഈ വിജയം മരിച്ചവരുടെ പുനരുത്ഥാനത്തിലേക്കും ലോകത്തിന്റെ ശുദ്ധീകരണത്തിലേക്കും അസ്തിത്വത്തിന്റെ നവീകരണത്തിലേക്കും നയിക്കുന്നു. അടുത്തത് ആസ്ടെക്കുകളാണ്. സൃഷ്ടിയുടെയും നാശത്തിന്റെയും ചാക്രിക വീക്ഷണങ്ങളിൽ ആസ്ടെക്കുകൾ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ നിരവധി യുഗങ്ങളെ അല്ലെങ്കിൽ സൂര്യന്മാരെ കേന്ദ്രീകരിച്ചായിരുന്നു. അതിൽ ഓരോന്നും വെള്ളപ്പൊക്കം, തീ അല്ലെങ്കിൽ ഭൂകമ്പം പോലുള്ള ദുരന്ത സംഭവങ്ങളിൽ അവസാനിക്കുകയാണ്. ആസ്ടെക് മിത്തോളജി അനുസരിച്ച് 5ാമത്തെ സൂര്യൻ ഭൂകമ്പങ്ങളോടും ശാശ്വത അന്ധകാരത്തോടും കൂടി അവസാനിക്കും. അവിടെ ആളുകൾ ഭ്രാന്തന്മാരാകാൻ തുടങ്ങുകയും ഒടുവിൽ ലോകാവസാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്തത് ഇസ്ലാം മതമാണ്. ഖയാമത്ത് അഥവാ വിധി ദിനം എന്നാണ് ഇസ്ലാം അന്ത്യദിനത്തെ വിശേഷിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യായവിധി ദിനത്തിൽ കർത്താവ് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും, നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങളും നോക്കുകയും തുടർന്ന് അവരുടെ പ്രവൃത്തികൾക്ക് സമാനമായ ഒരു വിധി നൽകുകയും ചെയ്യും. ഈ സംഭവത്തിലേക്ക് നയിക്കുന്ന സൂചനകളിൽ വ്യാപകമായ അഴിമതി, പ്രകൃതി ദുരന്തങ്ങൾ, കുഴപ്പവും വഞ്ചനയും കൊണ്ടുവരുന്ന ദജ്ജാൽ എന്ന വ്യക്തിയുടെ വരവ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അവസാനമായി ക്രിസ്തുമതമാണ്. അനേകം ക്രിസ്ത്യാനികളും വിവിധ വിശ്വാസങ്ങളും അനുസരിച്ച് അന്ത്യകാലം കഷ്ടതയുടെയും ദൈവിക ഇടപെടലിന്റെയും കാലഘട്ടമായിരിക്കും. ഒരിക്കൽ തിന്മ കൈവിട്ടുപോയാൽ ആളുകൾക്ക് ശരിയായ വഴിയും തെറ്റും അറിയില്ല. അന്തിമ വിധിയുടെ നാളുകളിൽ നീതിമാൻ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അനീതി ശാശ്വതമായ ശിക്ഷയെ അഭിമുഖീകരിക്കും. മായൻ കലണ്ടർ പ്രകാരം 2012 ലോകം അവസാനിക്കേണ്ടതായിരുന്നു. 1980കളിൽ ഒരു ആണവ യുദ്ധത്തെ തുടർന്ന് ലോകാവസാനം സംഭവിക്കുമെന്ന എലിസബത്ത് ക്ലെയറിന്റെ പ്രവചനം വിശ്വസിച്ച് ആയിരക്കണക്കിന് പേർ അവർ നിർമ്മിച്ച കോൺക്രീറ്റ് ഷെൽട്ടറിൽ അഭയം തേടുന്ന ഒരു കാഴ്ച വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ ഇതാ ലോകാവസാന കാലത്ത് മനുഷ്യരെങ്ങാനും ഉണ്ടെങ്കിൽ അന്നെടുക്കുന്ന സെൽഫി ചിത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ചിത്രീകരിക്കുകയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമേജ് ജനറേറ്റർ. അതിന്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? പശ്ചാത്തലമാകെ തീയിലെരിഞ്ഞിരിക്കുന്നത് കാണാം. ദൂരെ സ്ഫോടനം നടക്കുന്നതും അഗ്നിക്കിരയായി വിജനമായ സ്ഥലവും ഒക്കെ കാണാം. ഈ കാലാവസ്ഥാ വ്യതിയാനവും മറ്റും നമ്മെ നയിക്കുന്നത് ലോകാവസാനത്തിലേക്കാണെന്ന് വാദിക്കുന്നവരുണ്ട്. മനുഷ്യന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും വിധമുള്ള അതിതീവ്ര കാലാവസ്ഥയാവും ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു. ഇത്തരം ഭീതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ കാലാവസ്ഥാ സംരക്ഷണ ദൗത്യങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. അപ്പോൾ ലോകാവസാനമാവുമ്പോഴേക്കും നമുക്കൊക്കെ കുടിയേറാൻ മറ്റൊരു ഗ്രഹമോ ബഹിരാകാശ നിലയമോ ഒക്കെ പണി കഴിപ്പിച്ചേക്കുമെന്നാണ് സയൻസ് ഫിക്ഷനുകളും സിനിമകളും ഒക്കെ നമുക്ക് തരുന്ന പ്രതീക്ഷ. എന്നാൽ ആ കുടിയേറ്റത്തിന് എല്ലാ മനുഷ്യർക്കും അവസരം ലഭിച്ചെന്ന് വരില്ലല്ലോ. എന്തായാലും ഈ ലോകാവസാനം എല്ലാവരിലും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.